ഹായ് അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കട്ട്ലൈറ്റ് റെസിപ്പിയാണ്. അതും പഴം വെച്ചുകൊണ്ടുള്ള മധുരമുള്ള കട്ട്ലൈറ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ നല്ല പഴുത്ത 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്തത് നോക്കിയിട്ട് തന്നെ എടുക്കണം, എന്നാലാണ് നല്ല സ്വാദുള്ള കട്ട്ലൈറ്റ് ആയി കിട്ടുകയുള്ളൂ. ഇത് നമുക്ക് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. പഴം വാട്ടാനായി ഞാനിവിടെ ചീനച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ആഡ് ചെയ്യാം. നെയ്യ് അവൈലബിൾ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്യാവുന്നതാണ്. നെയ്യാണെങ്കിൽ പഴത്തിന് നല്ല ടേസ്റ്റും ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ നെയ്യ് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാം. എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അങ്ങനെ പഴം ഒന്ന് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് നാളികേരം ആഡ് ചെയ്ത് ചേർന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നെയ്യിൽ വറുത്തെടുത്ത നട്ട്സോ അല്ലെങ്കിൽ കാഷ്യോ മുന്തിരിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നാളികേരവും പഴവും നല്ലതുപോലെ ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. ഇനി നമുക്കിത് നന്നായി ചേർന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പഴത്തിൻ്റെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഫില്ലിംഗ് ചൂടായതിന് ശേഷം ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് റസ്ക് പൊടിച്ചെടുത്തിട്ടുണ്ട്. റസ്ക് ഇല്ലെങ്കിൽ ബ്രെഡ് ക്രംസും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ റസ്ക് പൊടിച്ചത് ഈ പഴത്തിൻ്റെ ഫില്ലിങ്ങിലേക്ക് ആഡ് ചെയ്യാം. ഈ ഫില്ലിങ് കുഴച്ചെടുക്കാൻ പാകത്തിന് വേണ്ടിയാണ് റസ്ക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇപ്പോൾ ഉരുളകളാക്കാൻ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ശേഷം ഇതൊരു കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. ഞാനൊരു ഹാർട്ട് ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ബാറ്റർ നല്ല കട്ടിയാകാനും നല്ല ലൂസാകാനും പാടില്ല. ഈ ഒരു പാകത്തിന് വേണം ബാറ്റർ ഉണ്ടാക്കാൻ. അങ്ങനെ നമ്മുടെ പഴം കട്ട്ലൈറ്റ് പൊരിക്കാനുള്ളതെല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായി ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ പൊരിക്കാൻ ആവശ്യമായ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് കട്ട്ലൈറ്റ് മാവിൽ കോട്ട് ചെയ്തെടുത്ത് റസ്ക് പൊടിയിൽ മുക്കി ചൂടായ ഓയിലിലേക്ക് ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ക്ഷമിക്കണം, വെയിലിൻ്റെ വെളിച്ചം കാരണം കട്ട്ലൈറ്റ് ഫ്രൈ ആകുന്നത് ക്ലിയറായി കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പഴം കട്ട്ലൈറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കട്ട്ലൈറ്റിന് 2 വശം ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്യണം. ഈ പഴം കട്ട്ലൈറ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വിരുന്നുകാർ വരുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂൾ വിട്ടു വരുമ്പോൾ പിന്നെ 4 മണി ചായക്കൊപ്പവും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന പലഹാരമാണിത്. അതുപോലെ തന്നെ കിടിലൻ രുചിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.